ഇന്ന് നമുക്ക് സപ്തമി വിഭക്തിയാണ് പഠിക്കേണ്ടത്. സപ്തമി വിഭക്തിയുടെ ഏകവചനം. അപ്പോൾ സപ്തമി വിഭക്തിയുടെ പ്രത്യയം എന്താണ്? ഇൽ, അതിൽ, അതിൽ അല്ലെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഗതവർഷേ അത്ര ബഹവഹ വൃക്ഷാഹ ആസൻ. ഗതവർഷേ ഇവിടെ ബാലശബ്ദമാണെങ്കിൽ അല്ല സപ്തമി എങ്ങനെ വരും? ബാലേ, ബാലയോഹോ, ബാലേഷു. ബാലേ, ബാലയോഹോ, ബാലേഷു. അതുപോലെ ഗതവർഷേ, ഗതം എന്ന് പറഞ്ഞാൽ പോയ, കഴിഞ്ഞ വർഷം, പോയ വർഷം. ഗതവർഷേ, ഗതവർഷത്തിൽ, കഴിഞ്ഞ വർഷത്തിൽ. അപ്പൊ ഇല്ലെന്നുള്ളത് വന്നില്ലേ? അത്ര, അവിടെ, ഇവിടെ, ബഹവഹ ധാരാളം, വൃക്ഷാഹ ആസൻ. വൃക്ഷാഹ, വൃക്ഷങ്ങൾ, അത് ബഹുവചനമാണ്. വൃക്ഷ, വൃക്ഷ, വൃക്ഷാഹ. ആസൻ, ആസൻ എന്ന് പറയുമ്പോൾ ലങ് ആണ്. ലങ് എന്തിനെ കാണിക്കുന്നു? ഭൂതകാലം. ആസീതാസ്താം ആസൻ. ഇവിടെ വൃക്ഷാഹ ബഹുവചനമായതുകൊണ്ട് അവിടെയും ബഹുവചനം. കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ധാരാളം വൃക്ഷങ്ങൾ